വായൊക്കെ വീണിക്കണല്ലോ. ഞാനിപ്പോ ആ വാ വാ. ഇന്നിപ്പോ എൻ്റെ അവിടെ നോമ്പറപ്പിക്കലുണ്ടാ? കുറെ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ. ഇത് കണ്ടാ? ആ ഒന്നും പറയണ്ട എന്റെ വാവാ. ഇന്നലെ മൂത്തൂനെയും വല്യമ്മയും കൂടി വന്നിക്കണ് പെരേക്ക്. എന്നിട്ട് എന്താണ്, വല്യമ്മയും മൂത്തുമ്മയും കൂടി വന്ന് ഇന്നലെ വന്നതാണ്. അപ്പൊ മൂത്തുമാടെ ആരും ഇല്ല. സഫിയാത്തൊക്കെ പോയിക്കുന്നു. റുക്യാത്താന്റെ കല്യാണം കഴിച്ചു കൊടുത്ത് റുക്യാത്താന്റെ അടുത്തും പോയിട്ടുണ്ട്. റുക്യാത്താന്റെ കഥയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ മൂത്താപ്പാക്കാണെങ്കിൽ മൂത്താപ്പ ഏതാ വളവൻ. മൂത്താപ്പാക്ക് ഇപ്പൊ എന്താണ് പെരേന് നോമ്പൊക്കെ ആയ നക്കാൻ കിട്ടൂലല്ലോ. അപ്പൊ മൂത്താപ്പ അറിയാം ഞാൻ സഫിയാന്റെ ഇപ്പൊ 2 ദിവസം പോയി നിൽക്കുകയായിരുന്നു. മോളല്ലേ, മോള് നോക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ പോയി മൂത്താപ്പ. അപ്പൊ മൂത്തുമാടെ ഒറ്റക്കാണ്. മൂത്തുമ്മ അറിഞ്ഞ് വല്യമാടെ പോരാത്ര മാമന്റെ കൂടെ. അപ്പൊ മാമിക്ക് അങ്ങ് തീരെ വെച്ച നോമ്പ് കഴിച്ചിട്ട് തീരെ വെച്ച. അപ്പൊ മുത്തമാട് പറഞ്ഞു ഞാൻ അത് വിളിക്കാൻ കാത്തൊക്കെയായിരുന്നു. 2 ദിവസം ഉമ്മാനാണ് കൊണ്ടുപോയിക്കോളി. അപ്പൊ മൂത്തമ്മ എടുത്തേക്കാരന് ഞാൻ അവിടെ ആരുമില്ലായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ മൂത്തമ്മി വല്യമ്മ കൂടി ഒരു നമ്മൾ എന്തായാലും ഈ ബാത്തുവിന്റെ അവിടെ പോവാ. അവിടെ ആ ചെക്കനും ഈ ബാത്തല്ലേ ഓളിപ്പോ നമുക്ക് അവിടെ നിക്കാൻ അറിയിട്ട് അതിനോട് പറയാ. ഇന്നലെ വന്നപ്പോ ഇമ്മ ഉണ്ട് വച്ചോരെ ദുനിയാവിൽ ആരും കണ്ടിട്ടുണ്ടാവൂല. അതേമാതിരി താത്താ വരീ ഇമ്മ നിങ്ങളെ കണ്ടിട്ട് കൊറേ ആയല്ലോ, വരീ വരീ എന്തായാലും ഇന്ന് വന്ന് നോമ്പ് പറഞ്ഞിട്ട് തന്നെ പോയാ മതി. എന്റെ അമ്മ ഏതാ വളവത്തിന്ന് അറിയണം. ഐഡിയ അല്ല, മൂത്തമ്മ സക്കാത്തകായി ആയിട്ടും വല്യമ്മയും കൂടി വന്നതാണെന്ന് ഉമ്മ വിചാരിച്ചിരിക്കുന്നു. വന്നിട്ട് പോവിച്ച സക്കാത്തങ്കായി തന്നിട്ട് പെരേക്ക് തിരിച്ചു പോകുന്നു വിചാരിച്ചിരിക്കുന്നു. ഇവര് ഇങ്ങനെ വന്നാന്നുള്ള ഉമ്മ അറിഞ്ഞിട്ടില്ല. അപ്പൊ മൂത്തമ്മ പറഞ്ഞു എന്തേന്ന് വെച്ച്. അപ്പൊ ഉമ്മാട് പറയാൻ സമയത്തില്ല. ഒന്നും പറഞ്ഞാൻ പറ്റൂല. ഞങ്ങളൊന്ന് നോമ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളെയും വിട്ടോളൂ. ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വാടാന്ന് അറിഞ്ഞ വിളിച്ച് യാത്രത്ത് ഉമ്മ എനിക്കൊരു 2 പൈസ തന്നു, 200 നോട്ട് തന്നു. എന്നോട് പറഞ്ഞതിന് പോയിട്ട് ചെന്തീരി മേടിച്ചോണ്ടാ, സമൂസ മേടിച്ചോണ്ടാ, അത് മേടിച്ചോണ്ടാ 200 അത് തന്ന് ഞാൻ മേടിച്ചു കൊടുക്കുന്നു. ചിക്കന് ആരോടാ പറഞ്ഞത്, ചിക്കന് മേടിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞേ ഞാനിപ്പോ ഒന്ന് നമ്മുടെ നോമ്പറക്കലടാ. അങ്ങനെ മോനെ അതൊക്കെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് അല്ലേ, നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഇമ്മ വിചാരിച്ചു ഇപ്പൊ കായ് കെട്ടിട്ട് ഇവര് പോകുന്നു. അപ്പൊ തന്നെ മൂത്തമ്മ പറഞ്ഞേ ഡാഡി അവിടെ ആരും ഇല്ലടി വരയില്ലേ, ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാവിച്ചിട്ട് ഇങ്ങോട്ട് വരാതെ ഇങ്ങോട്ട് അമ്മായിൻ്റെ അടുക്ക് പോയത്ര. അപ്പൊ അവിടെ ആളില്ല. അപ്പൊ വല്യമാര് എന്നോട് കൂട്ടി തന്നതാ, എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇനി മോനേച്ച് കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അതിന് ഉമ്മ അറിയാലോ. ഇതിനെന്തപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ. ആദ്യമായി അപ്പൊ എന്നോട് ഉമ്മ അതാ കുഞ്ഞാപ്പോ മൂത്തമ്മയും കയ്യിലും കൂടി പോവാൻ വന്നതൊന്നല്ലട്ടാ, 2 ദിവസം നിൽക്കാൻ വന്നതാണ്. അപ്പൊ ഞാൻ അമ്മമാടെ അറിയുമ്പോ നമ്മൾ സമാധാനിക്ക് സക്കാത്തക്കായി തരുമല്ലോ. അപ്പൊ ആ കായ് എടുത്തിട്ട് നമുക്ക് നടത്താറുണ്ട്. പിന്നെ വൈകുന്നേരം നേരത്തെ വലിയ പറഞ്ഞിട്ടുണ്ട് നേരത്തെ സക്കാത്തും കായ് ഒന്നും കിട്ടിയിട്ടില്ല. മൂത്തുമ്മി പറഞ്ഞ് റുക്യാന്റെ മാപ്പിളൊന്നും അയച്ചിട്ടില്ല, സഫിയാന്റെ മാപ്പിളൊന്നും അയച്ചില്ല, എന്റെ മോനും അയച്ചിട്ടില്ല. കായ് കിട്ടുമ്പോ എനിക്ക് തരണ്ടിട്ടാന്ന്. എന്റെ അമ്മാന്റെ മോനെ ഉള്ളതൊക്കെ പോവുകയും ചെയ്തു. സക്കാത്തുംകായി അല്ല, മനസ്സുകായി. അങ്ങനെ അമ്മ പറഞ്ഞു ആയിക്കോട്ടെ. അതൊന്നല്ല, ഞാൻ ഇപ്പൊ സക്കാത്തുംകായിനും ഇതാക്കിട്ടൊന്നുമില്ല, ഞങ്ങളിത് തരാതെ ഇരിക്കൊന്നുമില്ലല്ലോ, തരാത്ത ആൾക്കാരൊന്നല്ലേ. ആയിക്കോട്ടെ. അങ്ങനെ മോനെ ഇപ്പൊ എന്നോട് ഉമ്മ പറയാണ് ചെറുനാരങ്ങ ചെയ്യാ, ഇപ്പൊ നോമ്പറക്കാനാവുമല്ലോ. അപ്പൊ ഓരോടെ പോയി ചെറുനാരങ്ങ അവിടെ നോക്കുമ്പോ ആരും ഇല്ല അവിടെ, ഓരൊക്കെ നോമ്പറക്കാൻ പോയിക്കൊണ്ടു. അപ്പൊ ഇനിയിപ്പോ ഉമ്മ അറിയാം ഇനിയിപ്പോ എന്താ ചെയ്യാ. എന്തായാലും ഇനിയിപ്പോ ഇന്നും നാളെ കൂടി ഉണ്ടാവും ഇക്കാരം. എന്തായാലും അത് കഴിഞ്ഞ് ഒരു പോയിക്കാരല്ലേ. എന്തായാലും കുറച്ച് ദിവസം നിന്നോട്ടെ കുഞ്ഞാപ്പോ. നിക്കണമെന്നൊക്കെ ഉണ്ടാടാ, പാകില്ലടാ. പാകം നിങ്ങള് തിന്നണ മാതിരി കൊടുക്കുക. അങ്ങനെ തിന്നതിന് പറ്റുമോ? മണ്ട നോമ്പാണ് കാലം. നോമ്പ് ഇറക്കുമ്പോ നോമ്പ് ഇറക്കണതിന്റെ ഇത് വേണം, അത്തായത്തിന് വേണം, മുത്തായത്തിന് വേണം.
അതിനൊക്കെ വേണ്ടേ ശരി. ഞങ്ങളവിടെ സത്യം പറഞ്ഞ ഉമ്മ കുടുങ്ങിയല്ലേ? കുടുങ്ങിയിട്ട് ഉമ്മ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ ചെയ്യാച്ചിട്ട്. എന്തായാലും വലിയ മൂത്തുമ്മ വന്നപ്പോ ഒരു കാര്യമുണ്ട്, വർത്താനം പറഞ്ഞു ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കും. നേരം വെക്കാളോ? എന്നിട്ട് 1 മണി 2 മണിയൊക്കെ ഉറങ്ങാൻ മനുഷ്യന്മാർക്കൂടെ ഉറക്കം കിട്ടണ്ടേ. മനുഷ്യന്മാര് ഒന്ന് കണ്ണു നോക്കുമ്പോഴത്തേനും മൂത്തമായിക്കും ഏടാ എനിക്കണില്ലടാ സുഖൈ വാങ്ങി കൊടുക്കാനായിരിക്കുന്നു എനിക്കടാ വേഗം എന്നിട്ട് അത്താഴ്ച നിക്കടാ ഇപ്പൊ വാങ്ങി കൊടുക്കുള്ളൂ പറഞ്ഞിട്ട് മൂത്തമ്മ എന്നെ എനിപ്പിക്കും മോനെ. എന്തായാലും കുഞ്ഞാപ്പുവാ ഞാൻ ആയിക്കോട് വരുമ്പോ അവിടെ കൂടിയിട്ടുണ്ട് എല്ലാരും വർത്തമാനം കേൾക്കുന്നുണ്ട്. കോട്ടെ അമ്മാട് പറയട്ടെ ഞാന് ചെറുനാരങ്ങ കിട്ടിയിട്ടില്ലല്ലോ. അവനിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്തെങ്കിലും ഉമ്മ അങ്ങോടെ മാങ്ങ ഉണ്ടല്ലോ, ഉമ്മ ഇടയ്ക്ക് ഈ മാങ്ങ കുത്തിയിട്ട് പഞ്ചാര കെട്ടിട്ട് വെള്ളം കലക്കും എന്നിട്ട് നോമ്പിന് ഇന്ന് വേഗം പോയി പറഞ്ഞോളൂ കുഞ്ഞാപ്പു. ചെയ്തോട്ടെ. ഒരു എടുക്കാൻ നോമ്പ് ഇറക്കാൻ പോയതാ.